ഇനി നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ, അതായത് ഒരു കോഡിങ്, സിമ്പിൾ കോഡിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഹലോ വേൾഡ് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യാൻ പോവുക. ഹലോ വേൾഡ്. അപ്പോൾ എൻ്റെ ക്ലാസ് ഉണ്ട്. ക്ലാസ് നെയിം മൈ ക്ലാസ് ആണ്. മെയിൻ മെത്തേഡാണ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ARGS. ഇപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ ഓരോ ഫംഗ്ഷനും എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഈ മെയിൻ ഫംഗ്ഷൻ കൊണ്ട് എന്താണ് ഉപയോഗം എന്നെല്ലാം ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ JVM ആദ്യം വരുന്നത് ഇങ്ങോട്ടാണ്. JVM വന്ന് ആദ്യം ചെക്ക് ചെയ്യും. JVM വന്ന് നോക്കും ഇവിടെ മെയിൻ ഫംഗ്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഇത് ഓക്കെ ആണെങ്കിൽ മാത്രമായിരിക്കും നെക്സ്റ്റ് ലൈനിലോട്ട് പോകുന്നത്. ഇവിടെ എന്താ ഉള്ളത്, നമുക്ക് system.out.println നമുക്ക് എന്താ പ്രിൻറ്റ് ചെയ്യിപ്പിക്കേണ്ടത്, ഹലോ വേൾഡ്. അത് നമ്മൾ ഡബിൾ കോട്ട്സിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ എത്ര കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തു അത്രയും നമ്മൾ ക്ലോസ് ചെയ്തു. നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും വരുന്നത്, നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത് ഹലോ വേൾഡ്. ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ഇനി നമുക്കിതൊന്ന് പ്രോഗ്രാമിൽ ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. ഇതാണ് നമ്മുടെ എക്ലിപ്സിന്റെ വർക്ക് സ്പേസ്. നമ്മളിവിടുന്ന് ഫയൽ എടുത്തു, ന്യൂ ജാവ പ്രോജക്റ്റ്. ഓക്കെ, ഈ പ്രോജക്റ്റിന് നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം, ജാവ ബേസിക്സ് കൊടുക്കാം. ജാവ ബേസിക്സ് നമുക്ക് കൊടുക്കാം. പ്രോജക്റ്റ് നെയിമാണ് ജാവ ബേസിക്സ്. ഫിനിഷ് ക്ലിക്ക് ചെയ്തു. അപ്പം നമ്മളിവിടെ ജാവ ബേസിക്സ് തന്നെ എടുക്കുന്നുണ്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ഇവിടെ SRC എന്താ സോഴ്സ്. ഓക്കെ, പാക്കേജ്. ഇവിടുന്ന് ന്യൂ SRC ചെന്നിട്ട് ഇവിടെ ചെന്നിട്ട് നമ്മൾ അവിടുന്ന് ന്യൂ ക്ലാസ്. ഇവിടെ നമ്മുടെ നെയിം ഉണ്ടോ, ക്ലാസ് നെയിം ചോദിക്കുന്നത്. മൈ ക്ലാസ്. ഓക്കെ, നെയിം മൈ ക്ലാസ് എന്ന് കൊടുത്തു, ഫിനിഷ് കൊടുത്തു. ഇവിടെ പബ്ലിക് ക്ലാസ് മൈ ക്ലാസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിന് എന്ത് പേരാണ് കൊടുത്തത്, മൈ ക്ലാസ് എന്ന് കൊടുത്തത്. ഞാൻ നമ്മളിവിടെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, സ്പേസ് ഉണ്ട്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ARGS. ഓക്കെ, സ്ട്രിംഗ് ARGS. ഇവിടെ എന്താ, system.out.print നമുക്ക് എന്താ പ്രിന്റ് ചെയ്യിപ്പിക്കണ്ടേ, ഹലോ വേൾഡ്. ഹലോ വേൾഡ്. ഓക്കെ, അപ്പം പാക്കേജ് ജാവ ബേസിക്സ്. പാക്കേജ് നമ്മൾ പ്രൊജക്ട് നെയിം കൊടുത്തല്ലോ. പ്രൊജക്ട് നെയിം എന്താ കൊടുത്തത്, ജാവ ബേസിക്സ്. ഓക്കെ, ആ പാക്കേജാണ് ഇതിലേക്ക് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. നമ്മുടെ ക്ലാസ് നെയിം എന്താണ്, മൈ ക്ലാസ്. അതിനുശേഷം പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ARGS നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. നമുക്ക് എന്താ ചെയ്യേണ്ടത്, system.out.println ഹലോ വേൾഡ്. ഓക്കെ, ഇനി ഇവിടെ റൺ കണ്ടോ, മെയിൻ റൺ ചെയ്യിപ്പിക്കുക. ഫുൾ താഴെ കണ്ടോ ഹലോ വേൾഡ്. ഹലോ വേൾഡ് പ്രിന്റ് ആയി വന്നിരുന്നുണ്ടോ. അപ്പം നമ്മൾ system.out.println ഹലോ വേൾഡ് കൊടുത്തു. ഹലോ വേൾഡ് ഇവിടെ പ്രിന്റ് ആയി എങ്ങനെയാണോ കൊടുത്തത് അതുപോലെ പ്രിന്റ് ആയി. ഇനി നമ്മളിവിടെ നോക്കാം, സ്പേസ് ഇല്ലാതെ ചെയ്ത് നോക്കാം. സ്പേസിനുണ്ട വീണ്ടും റൺ ചെയ്യിപ്പിച്ചു, കണ്ടോ സ്പേസ് ഇല്ല പോകുന്നത്. നമ്മൾ ഈ ഇൻവെർട്ടർ കോഡ്സ് എങ്ങനെയാണോ കൊടുക്കുന്നത് അതുപോലെ ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, സ്പേസ് ഇട്ടു സ്പേസ് ഇട്ട് അല്ലെങ്കിൽ ഇനി നമ്മൾ ഇതിന് പകരം നമ്പേഴ്സ് കൊടുക്കുവാണേ. 1 2 3 4 നമ്പേഴ്സ് കൊടുക്കാം പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. ഇവിടെ 1 2 3 നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഡബിൾ കോഡ്സ് വേണം. ഓക്കെ, ക്യാരക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ സ്ട്രിങ് ആണെങ്കിൽ മാത്രം നമ്മളിവിടെ ഡബിൾ കോഡ്സ് ഇട്ടാൽ മതി. നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇട്ടാൽ മതി. ഇനി ജസ്റ്റ് ഒരു സ്ട്രിങ് എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സിനാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രിങ് വരുവാണെങ്കിലാണ് നമ്മൾ ഡബിൾ കോഡ്സ് കിട്ടുന്നത്. നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഡബിൾ കോഡ്സ് വേണ്ട. ഇനി ഒരു സിംഗിൾ ക്യാരക്ടറാണ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, സിംഗിൾ കോഡ്സ് കൊടുത്താൽ മതി. കണ്ടോ, സിംഗിൾ ക്യാരക്ടർ ആണെങ്കിൽ സിംഗിൾ കോഡ്സ് മതി. സ്ട്രിങ് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ സ്ട്രിങ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡബിൾ കോഡ്സ് വേണം. നമ്പേഴ്സ് ആണെങ്കിൽ ഒന്നും വേണം, ജസ്റ്റ് നമുക്ക് നമ്പേഴ്സ് എന്താണോ അതവിടെ കൊടുത്താൽ മതി.